നീങ്ങിക്കാൻ. നിങ്ങളുടെ കഷ്ടകാലം ഒരു കാലത്തും തീരുകയില്ല. എങ്ങനെ തീരാനാ? രാപകൽ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ലും വൈക്കോലും നിങ്ങൾ എന്തിനാ ഈ പടാവലക്ക് ശങ്കരത്ത് കൊണ്ടേ കൊടുക്കുന്നേ? നിങ്ങൾക്കത് പാലക്കാട് കൊണ്ട് കൊടുത്തൂടെ? അരവിന്ദേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഈ നാട്ടിലെ ഒട്ടുമുക്കാല നെൽപ്പാടങ്ങളും ശങ്കരത്ത് തറവാട്ട് വകയാ. ആ മാധവമേനോന്റെ അളിയന്റെ. പിന്നെ ഉള്ളത് ഞങ്ങൾ കുറച്ച് ചെറുകിട കർഷകരാ. വിത്തും വളവും തുടങ്ങി ചാഴിക്കടിക്കുന്ന മരുന്ന് വരെ ശങ്കരത്ത് നിന്ന് കടം തരിക. ആ തരം പണയത്തുമൽ. വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും മുതലും പലിശയും കടം. അടുത്ത കൃഷിയാകുമ്പോൾ പലിശയ്ക്ക് മേൽ പലിശ. കടം തരുമ്പോഴേയുള്ള കരാറാ നെല്ല് ശങ്കരത്തെ റൈസ് മില്ലിൽ കൊടുത്തോണമെന്ന്. അവരോട് മത്സരിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അല്പസ്വല്പമെങ്കിലും സ്വന്തം ഭൂമിയുള്ളത് ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമാണ്. ഞങ്ങൾക്ക് പോലും മുഴുവൻ സമയം ജോലിയില്ല. ഇരിപ്പൂ നിലങ്ങളാ. ആണ്ടി 2 തവണയെ കൃഷിയുള്ളൂ. 6 മാസത്തെ ജോലി. പോയിട്ട് 6 മാസം ഞങ്ങളും ശങ്കരത്തെ കൂലിക്കാരാ. പാടത്ത്, റൈസ് മില്ലില്, അല്ലെങ്കിൽ ഓട്ട് കമ്പനി. എടോ അരവിന്ദാ, തനിക്ക് എന്നോടൊന്നും തോന്നരുത്. തനിക്ക് പാർട്ടിയൊന്നുമില്ലല്ലോ. പാർട്ടിയുള്ള ഒരുപാട് യൂണിയൻകാർ ഇവിടെ വന്നു. യൂണിയൻ ഉണ്ടാക്കാം, സംഘടന ഉണ്ടാക്കാം, അമ്മയുടെ 16 അടിയന്തരം നടത്താമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറെ പാവങ്ങൾ ഇത് കേട്ടങ്ങ് വിശ്വസിക്കും. പിന്നെ പല നിറത്തിലുള്ള ഓരോ കൊടികൾ പോങ്ങും. കുറെ പേര് തല്ലുകൊള്ളും, ലോക്കപ്പിൽ പോകും. നേതാക്കന്മാര് ശങ്കരത്ത് പോയി കഞ്ഞിയും കുടിച്ച് കാശും മേടിച്ച് ഒത്ത ബാല്യക്കാരുടെ ചൂട് പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ കാണില്ല. കുറെ പേര് തെറ്റ് ചെയ്തെന്ന് കരുതി എല്ലാരും അങ്ങനെ ആണോന്നില്ലല്ലോ. പാർട്ടി സെല്ല് രൂപീകരിക്കണ്ട, പക്ഷേ പരസ്പര സഹകരണം ആകാലോ. സർക്കാർ അനുവദിച്ചിട്ടുള്ള പരിധി നിന്നുകൊണ്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അതിന് വിപ്ലവം ഗോഗ്വാവിളിയൊന്നും വേണ്ട. ഉദാഹരണത്തിന്, നമ്മൾ ഒരുമിച്ചാൽ സഹകരണ അടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങാം. ഒരു സഹകരണ സംഘം രൂപീകരിക്കാം. സഹകരണ ബാങ്ക് തുടങ്ങാം. വിത്തും വളവും കടം കിട്ടുന്നതിന് ബ്ലോക്ക് ഡെവലപ്മെന്റ് കീഴിൽ പല സ്കീമുകളുമുണ്ട്. സർക്കാർ നിശ്ചയിച്ച തറവിലയ്ക്ക് തന്നെ നമുക്ക് നമ്മുടെ നെല്ല് വിൽക്കാൻ കഴിയും. 10 or 25 വർഷങ്ങൾക്ക് മുമ്പ് വെറുമൊരു ചെറുകിട കർഷകനായിരുന്ന ശങ്കരത്ത് മാധവമേനോൻ ഈ ഗ്രാമത്തിന്റെ 90% കൈയടക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അടുത്തതായി ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തങ്കപ്പൻ സാർ നിങ്ങളോട് സംസാരിക്കും. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒരു ചാക്ക് നെല്ല് കൊടുത്തു, പിന്നെ ഒരു ചാക്ക് വളവും 8 കുപ്പി വിഷവും കൊടുത്തു. ഇനിയും ചോദിച്ചു വന്ന എന്താ അവന്റെ പേര്? അരവിന്ദൻ. കേട്ടല്ലോടാ, അരവിന്ദൻ. ആരാത്? അരവിന്ദേട്ടനാണോ? ആ, എവിടെ പോയിട്ട് വരുന്നു? ചന്തയിൽ പോയിട്ട് വരാ. അരവിന്ദേട്ടാ, അരവിന്ദേട്ടാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല.
ചിലപ്പോൾ ഇനി ഇത് ആവർത്തിക്കും. ഏയ് വേണ്ട, ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ഇത് ഞാനെന്ന വ്യക്തിയോടുള്ള വിരോധ. പ്രതികരിക്കണ്ട, താനെ അടങ്ങിക്കോളും. ഈ ആരംഭദശയിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രശ്നങ്ങളായാൽ നമ്മുടെ പദ്ധതികളൊക്കെ തകരാറിലാവും. അരവിന്ദേട്ടൻ ഒരു വ്യക്തിയല്ല, കൂടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് അയാളൊന്ന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടുകാരെ നമുക്കറിഞ്ഞൂടെ അളിയ. അവരൊന്ന് 4 മുദ്രാവാക്യം വിളിച്ചങ്ങ് വെക്കുള്ളൂ. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? വേണവടോ, ഏതോ ഒരു വരത്തന്റെ വാക്കും കേട്ട് വിവരമില്ലാതെ ഇളകി വരുന്ന ജനങ്ങളാ. അവർക്ക് റൈസ് മില്ല് തീ വയ്ക്കാം, വോട്ട് കമ്പനി തീ വയ്ക്കാം, എന്നെയും നിന്നെയും തല്ലാൻ കൊല്ലാം. വേണ്ടത് വേണ്ടപ്പ കൊടുത്തില്ലെങ്കിൽ നമുക്കൊക്കെ പിന്നെ ഇവിടെ എന്താണോ ഒരു വില? മുതലാളി എന്താടാ മുതലാളി, ആ. അവർ ഒരുപാട് ആളുകളുണ്ട്, ആ. ആയുധങ്ങളുമുണ്ട്. ആ. മുതലാളി ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ഹ! എന്താടാ പറഞ്ഞത്? ഈ മാധവമേനോൻ ഇവിടെ നിന്ന് മാറിയിരിക്കണമെന്നോ? നിന്നെ ഒന്നും കണ്ടിട്ടല്ലടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പിന്നീട് ഒരാഴ്ചക്കാലം ഗ്രാമം മുഴുവൻ പോലീസിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഓർക്കുമ്പോ ഇപ്പോഴും പേടിയാവുന്നു. ഗ്രാമത്തിലെ ആണുങ്ങളെല്ലാം പോലീസിനെ പേടിച്ച് മലയ്ക്കപ്പുറം കാട്ടില്. രാത്രിയായ ചിലപ്പോ പോലീസ്, അല്ലെങ്കിൽ ശങ്കരത്ത് നിന്ന്. സാരമില്ല, പറയൂ. ആ ഇടയ്ക്കാണ് തോമസ് വക്കീലും ശശിസാറും ഗ്രാമത്തിൽ വന്നത്. അരവിന്ദേട്ടന്റെ പഴയ കൂട്ടുകാർ. ഇവിടെ സംഭവിച്ചതൊക്കെ ഈ ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല, ഇന്ത്യയിലെ 10,000-കണക്കിന് വരുന്ന ഗ്രാമങ്ങളുടെ കഥയാണ്. ഒരു രക്തരൂഷിതമായ സായുധ സമരത്തിലൂടെ അല്ലാതെ അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് മോചനമില്ല, ചെറുകിട കർഷകന് മോചനമില്ല. ഒരു സായുധ വിപ്ലവത്തിന്റെയും അതിചിന്തിയ കണ്ണീരിന്റെയും രക്തത്തിന്റെയും വിലയായി റഷ്യയ്ക്കും ചൈനയ്ക്കും കൈവന്ന മോചനം കണ്ട് ഇന്ത്യയിൽ ചിലർക്ക് കൊതിമൂത്ത് ബൂർഷ്വാസികളോട് തോളോട് തോൾ ചേർന്ന് മെയ്യനങ്ങാതെ ചുളുവിൽ ബാലറ്റ് പേപ്പറിലൂടെ വിപ്ലവം വരുമോ എന്നവർ ശ്രമിച്ചു നോക്കി. താൽക്കാലിക വിജയങ്ങൾ കിട്ടുന്നുമുണ്ട്. പണം പിരിക്കാനും വോട്ട് ചോദിക്കാനും അവർ പഴയ വീരഗാഥകൾ പാടി നടക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പഴയ 303 റൈഫിളുകൾ കണ്ട് കുഞ്ഞാടുകളെ മുമ്പോട്ട് തള്ളി പിന്തിരിഞ്ഞോടിയവർ ഇന്ന് കാറൽ മാർക്സിന് വികലമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുന്നു, ഡിസീസുകൾ അവതരിപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ ഭൂസ്വാസി ദാനം തരുന്ന അധികാരം വിഷം ചേർത്ത വീഞ്ഞാണ്. നമുക്ക് ഈ അധ്വാനവർഗത്തിന് ഒരു സായുധ സമരത്തിനുള്ള സമയം ഇനിയും വൈകിയിട്ടില്ല. ഇതിന് പരിശീലനം ആവശ്യമാണ്. രാത്രിയായ പിന്നെ സ്റ്റഡി ക്ലാസും ക്യാമ്പും. പോലീസിനെ പേടിച്ച് കാട്ടിലും ആദിവാസി ഗ്രാമത്തിലൊക്കെയാ അവർ ക്ലാസ് നടത്താറ്. കൊല്ലും കൊലയും നടത്തണമെന്ന് അവർ പറയുമ്പോൾ ആദ്യമൊക്കെ അരവിന്ദേട്ടൻ അതിനെതിരായിരുന്നു.